സ്വർണ്ണപ്പാളി വിവാദം കഴിഞ്ഞ കുറേ ദിവസമായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. അത് ഹൈക്കോടതി ഇടപെടലോടുകൂടി അവിടെ നടന്ന അറ്റകുറ്റപ്പണികൾക്കായി ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു പോയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വലിയ വലിയ ഗൗരവമുള്ള തലങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇന്നലെ ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നു. ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർക്കെതിരെയാണ്. ഡെപ്യൂട്ടി കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്ന് ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്വം വഹിച്ച വ്യക്തിയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ദേവസ്വം ബോർഡ് ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു. ഇപ്പോൾ വിവാദ കാലത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ നടപടിയിലേക്ക് കടക്കുന്നത്. മുരാരി ബാബുവിന്റെ നടപടികളും തീരുമാനങ്ങളും സംശയമുണ്ടാക്കുന്നതാണ് എന്ന് ബോർഡിന് ബോധ്യം വന്നിരിക്കുന്നു. ഈ വിഷയം ദേവസ്വം ബോർഡ് ഇന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചകൾക്കൊടുവിലാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥരെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കമാണോ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്ന തരത്തിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നോക്കൂ, ഏത് ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് നടപടിയെടുക്കുന്നത്? കോടതി ഇതിൽ ശക്തമായ അന്വേഷണത്തിലേക്കും വലിയ വിമർശനങ്ങളിലേക്കും അവിടെ പ്രാഥമികമായി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വലിയ ക്രമക്കേടിന്റെ കണ്ടെത്തലുകളിലേക്കും എത്തുമ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ ഈ നടപടി എന്ന കാര്യം നമ്മൾ ഓർക്കണം. രണ്ട് തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചു മുരാരി ബാബുവിന് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രണ്ട് ഘട്ടങ്ങളിൽ പ്രധാനമായും വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒന്ന് 2019 ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശാനായി കൊടുക്കുമ്പോൾ അന്ന് ഇറക്കിയ ഉത്തരവിൽ ചെമ്പ് പാളികൾ എന്നതാണ് സൂചിപ്പിച്ചിരുന്നത്. അത് സ്വർണ്ണപ്പാളികൾ വിജയമല്യ 1999 സ്വർണം പൂശിയതിന് ശേഷം അത് പിന്നീട് അറ്റകുറ്റപ്പണികൾക്കായി പോകുമ്പോൾ ആ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പ് പാളികളായി മാറി? അപ്പോൾ ആ കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ കുരുക്കിലാക്കുന്നത് ഈ ഉത്തരവാണ്. ആ ഉത്തരവിലേക്ക് നയിച്ചത് വലിയ പിഴവ് ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നത്. എങ്ങനെ ശബരിമലയിൽ ലഭിച്ച സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളായി മാറി എന്നതായിരുന്നു ഏറ്റവും സംശയകരമായ ഉയർന്നുകൊണ്ടിരുന്ന ചോദ്യം. അതിൽ മുരാരി ബാബുവിനെ ഇപ്പോൾ കുറ്റക്കാരനായി കാണുന്നു. അയാളുടെ നടപടികളിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച ദ്വാരപാലക ശില്പത്തിന് അറ്റകുറ്റപ്പണി എന്ന നിലയിൽ അത് 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അവിടെ നിന്ന് അഴിച്ചു മാറ്റുന്നു. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുകയോ അതിന് അനുമതി നേടുകയോ ഒന്നും ചെയ്യാതെ തന്നെ സന്നിധാനത്ത് നിന്ന് ഇത് കൊണ്ടുപോകുന്നു. ചെന്നൈയിൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നു. ആ ഘട്ടത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ ഈ കാര്യം കോടതിയെ ധരിപ്പിക്കുകയും കോടതി ഈ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തു വിടണം എന്ന് ഈ 2025 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്ന കാലത്താണ് മുരാരി ബാബു ഇടപെടുന്നത്. ഇവിടെയും മുരാരി ബാബുവിന് വീഴ്ചയുണ്ടായി എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിലാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുന്നത്. എന്താണ് മുരാരി ബാബുവിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ എന്നത് നമ്മൾക്ക് പരിശോധിക്കാം. ഒരു തരത്തിലും ഈ സംഭവങ്ങളിൽ ഒരു പങ്കും ഇല്ല എന്നതാണ് മുരാരി ബാബു പറയുന്നത്. മഹസറിൽ ചെമ്പ് പാളിയെന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മുരാരി ബാബു പറയുന്നു. താൻ നൽകിയത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണ്. ദ്വാരപാലകരിലും കട്ടിളയിലും നേരിയ തോതിലാണ് സ്വർണം പൂശിയത്. അതുകൊണ്ട് തന്നെ ഈ ചെമ്പ് വെളിയിൽ വന്നു. ചെമ്പ് ആണ് കാണുന്നത്, അതുകൊണ്ടാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എന്നതാണ് മുരാരി ബാബു പറയുന്നതും. മാത്രവുമല്ല, ഇന്ന് ഈ നടപടികളിലേക്ക് കടക്കും മുമ്പ് മുരാരി ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി മാത്രമല്ല
കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളിയും കാണാതെ പോയി എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഗൗരവം വലുതാവുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെ മോഷണം പോയിട്ടുണ്ട്, എന്തൊക്കെ കാണാതെ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഒരു സമഗ്ര അന്വേഷണം ഈ കാര്യത്തിൽ നടന്നു വേണം ഇതിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരാൻ. എന്തായാലും മുരാരി ബാബുവിലേക്ക് എത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡ്. മുരാരി ബാബുവിനെതിരെ നടപടി എടുത്തുകൊണ്ടാണ്, സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരാൾ മാത്രം ആണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ബാക്കി ആർക്കൊക്കെ ഈ കാര്യങ്ങൾ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങി വിശദമായ അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിൽ വേണം ദേവസ്വം ബോർഡിന്റെ ഈ ഇടപെടലുകളെ കാണാൻ. മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നത്. നോക്കൂ, വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദം മാറാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സഭയിൽ കഴിഞ്ഞ ദിവസം ഇത് വലിയ വിഷയമായി തന്നെ വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് മറ്റൊരു തലത്തിലേക്ക് കൂടി ഈ സ്വർണ്ണപ്പാളി വിവാദം എത്തുകയാണ്. അത് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണത്തിന്റെ മുന ആ നിലയിലേക്ക് മാറ്റുന്നത്. ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ കൈക്കലാക്കിയ വാങ്ങിയ കോടീശ്വരൻ ആര് എന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാവുകയാണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണം വിറ്റു, ആർക്കോ ഏതോ ഒരു കോടീശ്വരന് വിറ്റു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ആ കോടീശ്വരൻ ആര് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നതെന്ന് നമ്മൾ കാണണം. ദ്വാരപാലക ശില്പം സംസ്ഥാനത്തെ ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത്? ഇപ്പോൾ ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ഇത് ഉള്ളത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. കോടികൾ മറിയുന്ന കച്ചവടമാണ് നടന്നിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റുവെന്നാണ് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. തങ്ങൾ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് കോടതിയുടെ ഫൈൻഡിങ്സ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയാണ്. ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. എത്ര കള്ളന്മാരാണ് തലപ്പത്തിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. നോക്കൂ, ശബരിമലയിലെ ഏറ്റവും പവിത്രമായി കാണുന്ന, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നത് പല ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് എന്നതുകൂടി നമ്മൾ കാണണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ശബരിമലയെ ആശ്രയിച്ചാണ് എന്ന് നമ്മൾ പറയണം. ആ ക്ഷേത്രത്തിലാണ് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ വരുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു, അവിടുത്തെ സ്വർണ്ണപ്പാളി ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് എന്നത്. ആ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾക്ക് CPM-നോട്, സർക്കാരിനോട് പറയാനുള്ളത്, ശബരിമല ധർമ്മശാസ്താവിന്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ്? അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണ്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അപ്പൊ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത്? ശബരിമലയിലെ ആ പവിത്രമായ സ്വർണ്ണപ്പാളികൾ പ്രമുഖ സിനിമാ നടന്റെ വീട്ടിൽ, ജയറാമിന്റെ വീട്ടിൽ വരെ കൊണ്ടുവച്ച് പൂജ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്കുള്ളപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത്ഭുതപ്പെടാനില്ല. ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ഈ സാധനം ഇപ്പോൾ ഉള്ളത്, യഥാർത്ഥ സാധനമുള്ളത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഉത്തരം പറയേണ്ടത് സർക്കാരും ദേവസ്വം ബോർഡും അതിന് അധികാരപ്പെട്ടവരുമൊക്കെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ ഇന്നും കണ്ടത് കനത്ത പ്രതിഷേധമാണ്. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം നടക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇന്നും ഈ ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങുന്നതാണ് സഭയിൽ കണ്ടത്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം കടുപ്പിച്ചിരിക്കുന്നത്. കോടീശ്വരൻ ആരാണ് എന്ന ആരോപണം സഭയ്ക്കകത്തും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന സാഹചര്യമാണ് കണ്ടത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം ബാനറുകൾ ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു. അമ്പലക്കള്ളൻ തുടങ്ങിയ ബാനറുകൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. അത് കൂടുതൽ കടുപ്പിച്ച് സ്പീക്കറുടെ മുഖം മറച്ച ബാനറുകൾ പിടിച്ച് ഇന്നും പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ പ്രതിഷേധിച്ചു.
കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം, ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. ദേവസ്വം മന്ത്രിയുടെ രാജിയും ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് സഭയ്ക്കുള്ളിലും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചത്. സാർ, ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒറിജിനൽ സ്വർണം മൂടിയ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നു. സാർ, മാത്രമല്ല പുണ്യപരിപാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഫൈൻഡിംഗ് സാർ, അതുകൊണ്ട് ഗൗരവകരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. അപ്പോ സഭയ്ക്കകത്ത് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുമ്പോൾ സഭയ്ക്ക് പുറത്തും സമാനമായ നിലയിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധമുണ്ടായിരുന്നു, യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കാണ് പ്രതിഷേധ മാർച്ചുകളും പരിപാടികളും നടന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി തന്നെയായിരുന്നു ഈ പ്രതിഷേധ മാർച്ചുകൾ നടന്നത്. പത്തനംതിട്ടയിലും വലിയ പ്രതിഷേധം അരങ്ങേറി. പത്തനംതിട്ടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതീകാത്മകമായി പാളിയുമായാണ് അവിടെ മാർച്ച് നടന്നത്. ആ പ്രതിഷേധ മാർച്ചിൽ ഇത് സ്വർണമല്ല, ആരും കട്ടെടുക്കരുത് എന്ന മുന്നറിയിപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പരിഹാസവും ഒപ്പം തന്നെ കനത്ത പ്രതിഷേധവുമായി തെരുവുകളിൽ ഹിന്ദു ഐക്യവേദിയുടെയും ഒപ്പം യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇറങ്ങുന്നതാണ് കണ്ടത്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. 3-4 പ്രതിഷേധ പ്രകടനങ്ങൾ വിവിധയിടങ്ങളിലായി നടന്നതിന്റെ. അപ്പോ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. ദേവസ്വം ബോർഡ് ഓഫീസുകളിലേക്ക് പ്രതിഷേധം നടക്കുകയാണ്. ദേവസ്വം മന്ത്രിയുടെ രാജിയും ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നുള്ള ആവശ്യവും ഒക്കെ ഉന്നയിക്കുകയാണ്. മാത്രവുമല്ല, പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് നടത്തിയ പോലെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ്. മേഖലാ റാലികൾ നടത്താനും പന്തളത്ത് മഹാസംഗമം നടത്താനും ഒക്കെ പ്രതിപക്ഷം കച്ചകെട്ടുകയാണ്. അതിന്റെ ആദ്യപടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ സഭയിൽ കാണുന്നത്, ഇന്ന് സഭയ്ക്ക് പുറത്തും കണ്ടത്. അപ്പോൾ പ്രതിഷേധം ഇങ്ങനെ കണക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സർക്കാരിന് പറയാനുണ്ടായിരുന്നത് സഭയ്ക്കുള്ളിൽ എന്നതുകൂടി നോക്കണം. സർക്കാർ സഭയിൽ പറയുന്നു, നിങ്ങൾ ചട്ടം പാലിച്ചില്ല, നോട്ടീസ് തന്നില്ല, ചർച്ച ചെയ്യാനാകില്ല എന്നത്. ഇതേ വിഷയം നേരത്തെ സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് പറഞ്ഞത് ഇത് കോടതി പരിഗണിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാകില്ല എന്ന് പറഞ്ഞ സർക്കാർ പ്രതിനിധികൾ തന്നെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടില്ല, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയിട്ടില്ല, റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയില്ല എന്ന് ആവർത്തിച്ച് 2ാം ദിവസവും പറയുന്നത്. ഒപ്പം ഇതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു, പുകമറ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു തുടങ്ങിയ ഏറ്റവും ദുർബലമായ ആരോപണങ്ങളാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ബദലായി ഉയർത്താൻ ഭരണപക്ഷത്തിനായത്. ഒപ്പം സർക്കാർ ചർച്ചകളെ ഭയക്കുന്നില്ല, പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് എന്ന ഒരു ആരോപണം കൂടി നേതാക്കൾ നടത്തി. ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. പാർലമെന്റ് ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടത്
നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം തങ്ങളുടെ ഭീരുത്വം ആവർത്തിച്ച് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ആ അംഗത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതഭൂപനും അയ്യോ എന്ന മറ്റൊരു അംഗമുണ്ടല്ലോ. എവിടെയാണ് ചോദ്യോത്തര വേളയിലേക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ സഭ ചർച്ച ചെയ്യേണ്ടല്ലേ? നിങ്ങൾ വലിയ പണ്ഡിതന്മാരല്ലേ, നിങ്ങൾ വലിയ പാണ്ഡിത്യമുള്ളവരല്ലേ? ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യാതെ അവിടെ നിന്ന് എല്ലാ ചർച്ചയും തടസ്സപ്പെടുത്തുന്നതല്ല. ഇത് സുതാര്യതയുടെ കാലമാണ്. ധൈര്യമുണ്ട്, ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ തന്നേക്കുന്ന വേദിയാണ്. തെരഞ്ഞെടുത്ത ആഴ്ചയ്ക്ക് ഇവിടെ ചർച്ച ചെയ്യാനാണ്, ഭൂമി തോൽപ്പിക്കാനല്ല. നോക്കൂ, പ്രതിപക്ഷത്തിനെ ഭയന്നോടുന്നവരായി ചിത്രീകരിക്കുകയാണ് സഭയിൽ മന്ത്രിമാർ ചെയ്തത്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്കുൾപ്പെടെ വിശ്വാസികൾക്കുൾപ്പെടെ ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് എത്ര അടിയന്തര പ്രമേയ ചർച്ചകൾ സഭയിൽ നടത്തി അപ്രതീക്ഷിതമായി പ്രതിപക്ഷത്തെ ആ ചർച്ചകൾ പ്രതിപക്ഷം പോലും വിചാരിക്കാതിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയമായി വന്ന വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സർക്കാരാണ്. പക്ഷേ ഏറ്റവും ഗൗരവതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ, അതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയരുമ്പോൾ, കോടതി ഇനിഷ്യേറ്റീവ് എടുത്ത് അതിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരന്വേഷണവും ഇതുവരെ തുടങ്ങി വെച്ചിട്ടില്ല എന്ന കാര്യം നോക്കണം. എല്ലാം കോടതി നടത്തട്ടെ, ഞങ്ങൾ സഹകരിച്ചോളാം എന്ന ഔദാര്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്ഥിതിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതിനപ്പുറം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്, അത് കേൾക്കാനുള്ള അവകാശം ജനങ്ങളെ സംബന്ധിച്ചുണ്ട്, ഓരോ വിശ്വാസിയെയും സംബന്ധിച്ചുണ്ട്. അത് ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനും അവർ ഒളിച്ചോടുന്നു എന്ന് ചിത്രീകരിക്കാനുമുള്ള ശ്രമം നടത്തുമ്പോൾ ഇത് അറിയാനുള്ള അവകാശം ഓരോ മനുഷ്യർക്കും ഉണ്ട് എന്ന കാര്യം ഈ മന്ത്രിമാർ ഓർക്കുന്നില്ല. നോക്കൂ, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഒരു ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയിൽ വരുന്നത്? ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൻ്റെ ദേവസ്വം ബോർഡായാലും ദേവസ്വം വകുപ്പായാലും അത് കൃത്യമായ നിലയിൽ പോകുന്നില്ല എന്ന് കാണുമ്പോഴാണ് അതിനൊരു മേൽനോട്ടം വഹിക്കാൻ ഹൈക്കോടതി അങ്ങനെ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ, അറ്റകുറ്റപ്പണികൾ നടത്തുകയാണെങ്കിൽ എന്ത് നീക്കം നടത്തിയാലും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം എന്ന ഒരു നിർദ്ദേശം 2023 കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അവിടെയും സുതാര്യമല്ല കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെട്ടതിനാലാണ്. പക്ഷേ ഈ കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും എല്ലാം അട്ടിമറിച്ച് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിമറികളും തട്ടിപ്പും ക്രമക്കേടും ക്രിമിനൽ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അതിൽ മറുപടി പറയേണ്ടവർ മറുപടി പറഞ്ഞു തന്നെ പോകണം. കൃത്യമായ അന്വേഷണങ്ങൾ വേണം. ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്ത്, ക്രിമിനൽ കുറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യം വന്നിട്ട് പോലും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള ഇനിഷ്യേറ്റീവ് പോലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ കോടതി പോലും പറഞ്ഞു വെച്ചതിന് ശേഷം ഒരു നടപടിയെടുക്കുന്നതല്ലാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നവർ പോലും അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഒരുപാട് വീഴ്ചകളാണ്. ഈ സർക്കാർ തുടർ ഭരണം കിട്ടിയ സർക്കാരാണ്. അവരുടെ 2 ഭരണ കാലയളവിൽ ആണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം വലുതാണ്. അതിൽ കൃത്യമായ മറുപടിയും നടപടിയും ഒക്കെ ഉണ്ടാകണം. ഞങ്ങൾക്കൊന്നും മറക്കാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് ജനങ്ങൾക്ക് ബോധ്യമാവുക തന്നെ വേണം. എന്തായാലും ഈ വിഷയം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. കൂടുതൽ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും കണ്ടെത്തലുകളും ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.